യൂട്യൂബിൽ നിങ്ങൾ കഷ്ടപ്പെട്ട അടിപൊളി വീഡിയോസ് ഇടുന്നുണ്ട്, അതിന് നിങ്ങൾ അടിപൊളി തംബ്നെയിൽ കൊടുക്കുന്നുണ്ട്, വളരെ നല്ല ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്, എല്ലാ സെറ്റിങ്സും കറക്റ്റായി തന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടന്റ് അല്ല. ഇവിടെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ തന്നെയാണ്. നിങ്ങളുടെ ചാനലിൻ്റെ ഒരു 15 സെറ്റിങ്സ് ഉണ്ട്. ഇത് നിങ്ങളിൽ പലരും ഒന്നെങ്കിൽ കൊടുത്തിട്ടേ ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ്ലി ഓഫ് ആയിരിക്കും. അതല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ഇവിടെ കൺഫ്യൂസ് ആയി പോവുകയാണ്. നിങ്ങൾ എത്ര നല്ല വീഡിയോസ് ഇട്ടാൽ പോലും യൂട്യൂബ് അതിനെ റീച്ച് ചെയ്ത് തരുന്നില്ല, അതല്ലെങ്കിൽ ലിമിറ്റഡ് റീച്ച് ആയിരിക്കും തരുന്നത്. അപ്പോൾ ഈ 15 സെറ്റിങ്സ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും ഇതിൽ 7-8 സെറ്റിങ്സ് എങ്കിലും കൊടുത്തിട്ടേ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ കൊടുത്തിട്ടുള്ളത് തെറ്റായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. കറക്റ്റായി കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള സെറ്റിങ്സ് നിങ്ങൾ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഈ ചാനലിൻ്റെ എല്ലാ സെറ്റിങ്സും നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ ക്രോം ബ്രൗസറിലൂടെ തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഞാൻ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും മുകളിലെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിരിക്കുന്നത് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണോ ഓപ്പൺ ആവുന്നത് അതേപോലെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് എല്ലാ സെറ്റിങ്സും കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ ആദ്യത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ. യൂട്യൂബ് എല്ലാ പുതിയ യൂട്യൂബേഴ്സിനെയും തുടക്കത്തിൽ ഒരു റെസ്ട്രിക്റ്റഡ് മോഡിലായിരിക്കും വെക്കുന്നത്. അതായത് നിങ്ങൾക്ക് കസ്റ്റം തംബ്നെയിൽ കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പല പുതിയ യൂട്യൂബേഴ്സിനും എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത് ഇത് മനസ്സിലാകത്ത പോലുമില്ല. അപ്പോൾ ഇതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ സെറ്റിങ്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മുടെ സെറ്റിങ്സിൻ്റെ ആ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിലുള്ള ടാബ്സിൽ അവസാനത്തെ ടാബ് ഫീച്ചർ എലിജിബിലിറ്റി, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കിയേ, വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ആ ഒരു സ്ക്രീനാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഫോണിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടായിരിക്കും. ആ വെരിഫിക്കേഷൻ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കുക, നമ്മുടെ ഫോൺ നമ്പർ വെരിഫൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെ മൂന്നാമത്തെ ഓപ്ഷൻ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻസ് ആണ് അവർ വെരിഫൈ ചെയ്യാനായിട്ട് തരുന്നത്. 1 വീഡിയോ വെരിഫിക്കേഷൻ, 2 വാലിഡ് ID, നമ്മുടെ ID പ്രൂഫ് കൊടുത്ത് നമുക്ക് ഇതിനെ വെരിഫൈ ചെയ്യാം. 3 ചാനൽ ഹിസ്റ്ററി. ചാനൽ ഹിസ്റ്ററി ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ വെരിഫിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലേക്ക് അവരൊരു മെയിൽ അയക്കും. അവിടെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫേസ് കാണിച്ച് നമുക്ക് ഈ ചാനലിനെ വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ വെരിഫൈ ചെയ്ത് ഈ സെറ്റിങ്സിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 സെറ്റിങ്സും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിലുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും മാറിക്കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെറ്റിംഗ് എന്ന് പറയുന്നത് മെയ്ഡ് ഫോർ കിഡ്സ്. നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ മെയ്ഡ് ഫോർ കിഡ്സിൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. ചില ആളുകൾ ഇതിൽ ഓരോ ഓപ്ഷൻ പോലും സെലക്ട് ചെയ്തില്ല, അതിനെ ബ്ലാങ്ക് ആയിട്ട് അങ്ങ് വിടും. മറ്റു ചിലർ അറിയാത്തത് കൊണ്ട് അതിനെ മെയ്ഡ് ഫോർ കിഡ്സ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മെയ്ഡ് ഫോർ കിഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓഫായി പോകും. അതുപോലെ യൂട്യൂബ് തരുന്ന റെക്കമെൻഡേഷൻസും അവിടെ കുറഞ്ഞു പോകും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ട വ്യൂസും അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ചാനൽ സെറ്റിങ്സിൽ തന്നെ ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ മുകളിൽ നടുക്കായിട്ടുള്ള ഓപ്ഷൻ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഓഡിയൻസിൻ്റെ സെക്ഷനിൽ ഇവിടെ നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ വന്നുകൊള്ളും. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്ത്
വയ്ക്കുക. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ അത് കുട്ടികൾക്കുള്ള വീഡിയോ ആണെങ്കിൽ അവിടെ നിങ്ങൾ മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കുക. അതല്ലാത്ത എല്ലാ വീഡിയോസിലും നിങ്ങൾ നോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത സെറ്റിങ്സ് ആണ് കൺട്രി. ഞാൻ നിങ്ങളിൽ പലരുടെയും ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും കൺട്രി കൊടുക്കാറേ ഇല്ല, അത് ബ്ലാങ്ക് ആയിട്ടാണ് പോകുന്നത്. പലരുടെയും കണ്ണിൽ പെടാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ പലരും ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലേ യൂട്യൂബിന് മനസ്സിലാകത്തുള്ളൂ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത്. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഞാൻ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചാനലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക ബേസിക് ഇൻഫോ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക കൺട്രി ഓഫ് റെസിഡൻസ്, ഇവിടെ നിന്ന് നമ്മുടെ കൺട്രി ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് അതിന് തൊട്ടു താഴെയായിട്ടുള്ളത് കീവേഡ്സ്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ ടോപ്പിക്സിനനുസരിച്ചുള്ള കീവേഡ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ടാഗ്സ് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ ചാനലിനനുസരിച്ച് യൂട്യൂബ് ടിപ്സ്, മലയാളം യൂട്യൂബ് ടിപ്സ്, ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ, ഹൗ ടു മോണിറ്റൈസ് യൂട്യൂബ് ചാനൽ, ഹൗ ടു അപ്പീൽ, ഇതേ രീതിയിലുള്ള കീവേഡ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനലിനനുസരിച്ചുള്ള കീവേഡ്സ് നിങ്ങളിവിടെ കൊടുക്കുക. ഇത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോസിനെ കൊണ്ട് എത്തിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമുണ്ട്. പലരും ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് കീവേഡ്സിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഓരോ മണിക്കൂറും ഇത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടും, ഇത്ര വ്യൂസ് കിട്ടും. ഈ രീതിയിലുള്ള വീഡിയോ പലരും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങളിൽ പലരും നിങ്ങളുടെ ഈ ചാനലിലെ ലിങ്ക് കോപ്പി ചെയ്ത് കീവേഡ്സിൽ കൊടുത്തിട്ടുമുണ്ട്. ഞാൻ പലരുടെയും ചാനലിൽ കണ്ടിട്ടുമുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. അത് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. കറക്റ്റായിട്ടുള്ള കീവേഡ്സ് കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ നഷ്ടപ്പെടുക മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിയേക്കുക. ഇനി അടുത്തതാണ് ചാനൽ ഹാൻഡിൽ. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ചാനലിൻ്റെ പേരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഹാൻഡിലായിരിക്കും ചിലപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അത് തന്നെയായിരിക്കും പലരും ഉപയോഗിക്കുകയും ചെയ്തത്. പക്ഷേ നമ്മുടെ ഹാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകണം നമ്മൾ ആരാണെന്നുള്ളത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ആരുടെയും ലൈവിൽ കയറി ചെല്ലുകയാണ്. ലൈവിൽ ഇപ്പോൾ എല്ലാവരുടെയും ഹാൻഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹാൻഡിലും നമ്മുടെ ചാനലിൻ്റെ പേരുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ഈ ലൈവിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ആരാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും ഹാൻഡിലും ഒരേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്ക്, നമ്മളിവിടെ കസ്റ്റമൈസേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാനലിൻ്റെ ഹാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരിനനുസരിച്ചുള്ളൊരു ഹാൻഡിൽ നമ്മളിവിടെ കൊടുക്കുക. അത് അവൈലബിൾ ആണെങ്കിൽ നമുക്കത് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ പേരും എൻ്റെ ചാനലിൻ്റെ ഹാൻഡിലും ഒരേപോലെ തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ ഞാൻ ആരുടെയും ലൈവിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഞാനാണെന്നുള്ളത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പേരിനനുസരിച്ചുള്ളൊരു ഹാൻഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഹാൻഡിലിനനുസരിച്ച് ഇതേപോലെ നിങ്ങളുടെ ചാനലിൻ്റെ ഒരു ലിങ്കും അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഈ ലിങ്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാവുന്നതുമാണ്. ഇനി അടുത്തതാണ് ചാനൽ ഡിസ്ക്രിപ്ഷൻ. പലരും വിചാരിച്ചിരിക്കുന്നത് ഈ ചാനൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ എബൌട്ട് സെക്ഷൻ മാത്രമാണെന്നാണ്. ഒരിക്കലുമല്ല. നമ്മുടെ ഈ ചാനൽ ഡിസ്ക്രിപ്ഷനിലൂടെയും ഈ യൂട്യൂബിനും അതുപോലെ ഗൂഗിളിനും ഒരു സിഗ്നൽ പോകുന്നുണ്ട് നമ്മുടെ ഈ ചാനലിനെ ഏത് തരത്തിലുള്ള ഓഡിയൻസിലേക്കാണ് എത്തിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടാലും അതല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ലൈനേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും ഇവിടെ യൂട്യൂബ് കൺഫ്യൂസായി പോകും. യൂട്യൂബിന് മനസ്സിലാവത്തില്ല ഏത് തരത്തിലുള്ള ഓഡിയൻസിലേക്കാണ് നിങ്ങളുടെ ഈ ചാനലിനെ എത്തിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കസ്റ്റമൈസേഷനിൽ വരിക. ഇവിടെ നമ്മുടെ ഈ പ്രൊഫൈൽ സെറ്റിങ്സിൽ തന്നെ ഇവിടെ താഴെ നോക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ചാനൽ എന്തിനെക്കുറിച്ചുള്ളതാണ്, നിങ്ങളുടെ ചാനലിലൂടെ ഓഡിയൻസിന് എന്താണ് കിട്ടുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ടോപ്പിക്സിനനുസരിച്ചുള്ള കീവേഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ. ഇനി അടുത്തതാണ് ലിങ്ക്സ്. അതായത് നമ്മുടെ ചാനലിൽ ഒരു ഓഡിയൻസ് കയറുകയാണെങ്കിൽ അവർ നമ്മുടെ ചാനലിൽ നമ്മൾ മറ്റ് ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ട് എന്നുള്ളത് നോക്കാറുണ്ട്. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉള്ള നമ്മുടെ ID അവിടെ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെയും കയറി വേണമെങ്കിൽ നമ്മൾ അവിടെയും ഫോളോ ചെയ്യാം, അവിടെയും നമ്മുടെ വീഡിയോസ് കാണാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്പോൺസേഴ്സും അതുപോലെ ബ്രാൻഡ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരും അവിടെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വേറെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെയൊക്കെ നമ്മുടെ ലിങ്ക്സ് നമ്മൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ നോക്കുക കസ്റ്റമൈസേഷനിൽ വരിക. ഇവിടെ നോക്കുക ലിങ്ക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൂടെ നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്സ് നിങ്ങളിവിടെ കൊടുത്തു വയ്ക്കുക.
ഇത് കൊടുക്കാനായിട്ട് ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം കൊടുക്കുക, ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. ഫേസ്ബുക്ക് കൊടുക്കുക, ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുക്കുക. പിന്നെ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസോ മറ്റെന്തെങ്കിലും വെബ്സൈറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ ഇതിനെ സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ തന്നെ പബ്ലിക്കായിട്ട് ഇത് ആളുകളെ കാണിക്കുന്നതായിരിക്കും. അവർക്ക് ഇതിലൂടെ നമ്മുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിനെ വിസിറ്റ് ചെയ്യാം. അവിടെ നമ്മുടെ വീഡിയോസ് അവർക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തതാണ് ബിസിനസ് ഇമെയിൽ. അതായത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇമെയിൽ കൊടുക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ പബ്ലിക്കായിട്ട് ഈ കാണുന്നത് പോലെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഈ ഇമെയിലിലൂടെയാണ് നമുക്ക് ഈ സ്പോൺസേഴ്സ്, അതുപോലെ ബ്രാൻഡ്സ്, അതുപോലെ മറ്റാർക്കെങ്കിലും നമ്മളുമായിട്ട് കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പല ആളുകൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇമെയിൽ നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ആർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ പല നഷ്ടങ്ങളും നമുക്ക് ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ ഇമെയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കൊടുക്കാനായിട്ട് ഇവിടെ നോക്ക്, നമ്മൾ നമ്മുടെ കസ്റ്റമൈസേഷനിൽ വരിക. ഇവിടെ നോക്ക് കോൺടാക്ട് ഇൻഫോ. ഇവിടെ നമ്മൾ നമ്മുടെ ഈ ബിസിനസ് ഇമെയിൽ നമ്മളിവിടെ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മളെ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ചാനൽ ട്രെയിലർ. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് ഒരു ഓഡിയൻസ് കണ്ടിട്ട് അവർ നിങ്ങളുടെ ചാനലിൽ കയറുകയാണ്. അപ്പോൾ അവർ ഇതുവരെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഇല്ല. അവരെ കൊണ്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യിക്കാനുള്ള ഒരു ബെസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ ചാനലിൽ കയറുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ അവരുടെ മുന്നിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ അവർ കാണണം. ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ചാനൽ ട്രെയിലറിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ട്രെയിലർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കസ്റ്റമൈസേഷനിൽ വരിക. ഇവിടെ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക് ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ചാനൽ ട്രെയിലറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്നും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ ഈ ചാനൽ ട്രെയിലറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ആയിരിക്കും നമുക്കൊരു പുതിയ ഓഡിയൻസ് നമ്മുടെ ചാനലിൽ കയറുമ്പോൾ, അതായത് നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ഓഡിയൻസ് നമ്മുടെ ചാനലിൽ കയറുമ്പോൾ ഏറ്റവും ആദ്യം ഫ്രണ്ട് സ്ക്രീനിൽ യൂട്യൂബ് അവരെ കാണിക്കുന്നത്. ഇനി അടുത്തതാണ് ഫീച്ചേർഡ് വീഡിയോ. ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പോൾ കൊടുത്തത് ചാനൽ ട്രെയിലറാണ്. അത് നമ്മളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായി ചാനലിൽ കയറുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഫീച്ചേർഡ് വീഡിയോ. ഇത് ഓൾറെഡി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ വീണ്ടും നമ്മുടെ ചാനലിൽ കയറുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അവരെ നമ്മളെ ചാനലിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫീച്ചേർഡ് വീഡിയോ കൊടുക്കാനായിട്ടും നമ്മൾ വീണ്ടും ഇവിടെ കസ്റ്റമൈസേഷനിൽ വരിക. സെയിം വഴി തന്നെ ഇവിടെ നമ്മൾ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ആഡ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക സ്പോട്ട്ലൈറ്റ് ഫോർ റിട്ടേണിംഗ് സബ്സ്ക്രൈബേഴ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വീഡിയോ വാട്ടർമാർക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വീഡിയോ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്ന ചെറിയൊരു ഇമേജാണ്. ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ലോഗോ വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിലും കൊടുക്കാം. അത് നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും കസ്റ്റമൈസേഷനിൽ വരിക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക വീഡിയോ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ഇമേജ് ആണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഡിസ്പ്ലേ ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ നിങ്ങൾ എൻ്റയർ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഓഡിയൻസിന് നിങ്ങളുടെ ഈ വീഡിയോയുടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് ഈ ലോഗോ കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഓഡിയൻസിനെ എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. അവർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓർമ്മപ്പെടുത്തലുമായിരിക്കും ഇത് നിങ്ങളൊരു ഒറ്റ പ്രാവശ്യം സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനോടൊപ്പം ഇത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിംഗ് ആണ് വീഡിയോ കാറ്റഗറി. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോടൊപ്പം അതിൻ്റെ കാറ്റഗറി കറക്റ്റായി കൊടുത്തിരിക്കണം. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോ തെറ്റായ ഓഡിയൻസിലേക്കായിരിക്കും അയക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈ CTR അവിടെ കുറഞ്ഞു പോകും, ആവറേജ് വ്യൂ ഡ്യൂറേഷനും അവിടെ കുറഞ്ഞു പോകും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വ്യൂസും അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങളിവിടെ കറക്റ്റായ സെറ്റിങ്സ് തന്നെ കൊടുത്തിരിക്കണം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ മെയിൻ സെറ്റിങ്സിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീഡിയോസിനോടൊപ്പം ആ സെയിം കാറ്റഗറി വെച്ച് തന്നെ മുന്നോട്ട് പോയിക്കോളും.
അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചാനൽ സെറ്റിങ്സിൽ വരിക. ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഈ കാറ്റഗറി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ എല്ലാ വീഡിയോസിനോടൊപ്പം ഈ സെയിം കാറ്റഗറി വെച്ച് തന്നെ മുന്നോട്ട് പോയിക്കോളും. നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരു കാറ്റഗറിയിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ വീഡിയോയിൽ മാത്രം നിങ്ങൾ കാറ്റഗറി മാറ്റി കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ വീഡിയോസിലും ഈ സെയിം കാറ്റഗറി തന്നെ മുന്നോട്ട് പോയിക്കോളും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്, അതാണ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ചാനൽ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു, അത് ചാനലിനെ കുറിച്ചുള്ളത്. ഇത് നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ നിങ്ങളിൽ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്, പലരും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറേ ഇല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് ഈ ഡിസ്ക്രിപ്ഷനും യൂട്യൂബ് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആദ്യത്തെ 3-4 ലൈൻസിനുള്ളിൽ അതും കീവേഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം. അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് കുറച്ച് ഹാഷ്ടാഗ്സ് കൊടുക്കാവുന്നതാണ്. അതും ഈ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള ഹാഷ്ടാഗ്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി അടുത്തത് ലാസ്റ്റ് സെറ്റിംഗ്സ്, ഡിഫോൾട്ട് വിസിബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ചാനൽ സെറ്റിങ്സിൽ ഡിഫോൾട്ട് വിസിബിലിറ്റി അത് പബ്ലിക് ആവാം, പ്രൈവറ്റ് ആവാം, അൺലിസ്റ്റഡ് ആവാം, ഇതിൽ ഏതിലാണോ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൻ്റെ ചിലപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ അബദ്ധത്തിൽ സേവിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ആണെങ്കിൽ അത് നേരെ അങ്ങ് പബ്ലിക്കിലേക്ക് അങ്ങ് പോകും, പക്ഷേ സെറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡിഫോൾട്ട് വിസിബിലിറ്റി പബ്ലിക്കിൽ വെക്കരുത്. ഒന്നെങ്കിൽ അതിനെ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡിൽ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ സേവിൽ ക്ലിക്ക് ചെയ്താലും സെറ്റിങ്സ് എല്ലാം ശരിയായിട്ടില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് എല്ലാ സെറ്റിങ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ പബ്ലിക്കാക്കി വീണ്ടും നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ചാനൽ സെറ്റിങ്സിൽ വരിക. ഇവിടെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബേസിക് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നോക്ക് ഡിഫോൾട്ട് വിസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ വിസിബിലിറ്റി ഇതിനെ നിങ്ങൾ അൺലിസ്റ്റഡിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഈ വിസിബിലിറ്റി ഒന്നുകിൽ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റിലായിരിക്കും കിടക്കുന്നത്. അബദ്ധത്തിൽ നിങ്ങൾ സേവ് ചെയ്താലും ശരി അത് പബ്ലിക്കിലേക്ക് പോകത്തില്ല. പിന്നീട് നിങ്ങൾക്ക് സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് പബ്ലിക്കാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സെറ്റിങ്സ് നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഈ സെറ്റിങ്സുകളെല്ലാം നിങ്ങളൊരു ഒറ്റ പ്രാവശ്യം നിങ്ങളുടെ മെയിൻ ചാനൽ സെറ്റിങ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റൈറ്റ് ഡയറക്ഷനിൽ തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ എല്ലാ സെറ്റിങ്സിനോടൊപ്പം ആയിരിക്കും നിങ്ങളുടെ വീഡിയോസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതുകൊണ്ട് കാര്യം തീരുന്നില്ല. കാരണം നിങ്ങൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ അപ്ലോഡ് സെറ്റിങ്സ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് എല്ലാ സെറ്റിങ്സും കൊടുത്ത് ശരിയായ രീതിയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അതിനനുസരിച്ച് നിങ്ങൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ എല്ലാ സെറ്റിങ്സും കൊടുത്ത് എങ്ങനെ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയും കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സെറ്റിങ്സും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള അപ്ലോഡ് സെറ്റിങ്സും എല്ലാം കറക്റ്റായി കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനലിനെ കറക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ വീഡിയോസിൽ കൂടുതൽ വ്യൂസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.